ഫ്രണ്ട്സേ, ധന്യാണേ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ക്ഷമിക്കുക. ഇനി ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ആക്റ്റീവ് ആവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അൻസാരി ഉസ്താദെ, അങ്ങയോടാണ്. അങ്ങ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങ് ചാരിറ്റി ചെയ്തിട്ട് പിന്നെ ആ മതത്തിലേക്ക് നിങ്ങള് ഹിന്ദുവായ ആൾക്കാരെ കൂട്ടിച്ചേർക്കുകയാണോ? എന്തെല്ലാം കേൾക്കണല്ലേ ഉസ്താദെ. നല്ലത് ചെയ്താലും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അത് കുഴപ്പമില്ല ഉസ്താദെ. കാരണം എത്രയോ ആളുകളുടെ പ്രാർത്ഥനയുണ്ടല്ലോ അങ്ങേക്ക്. അതുകൊണ്ട് അങ്ങ് തളരില്ലെന്ന് എനിക്കറിയാം. ശ്യാമ, അതുപോലെ തന്നെ ശിവഗോവിന്ദൻ കാണാൻ വന്നത്, പിന്നെ ആവണി, ഗൗരി, അങ്ങനെ ഞാൻ മാക്സിമം എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതില് എവിടെയാണ് ഉസ്താദ് ഇങ്ങനെ ആൾക്കാരെ എന്താ പറയാ അപരാധിക്കാൻ വരുന്നത് എന്നാണ് ഞാനും ഒന്ന് നോക്കിയത്. ആ വീഡിയോസ് മുഴുവനും ഞാൻ കണ്ടു. പക്ഷെ എവിടെയാണ് ഉസ്താദ് ഹിന്ദുക്കളെ ചേർത്തുന്നതെന്നും പിന്നെ ആ മതത്തിലേക്ക് എന്താ പറയാ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മോൻ ഈ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. ഭയങ്കര മോശമാണ്. കാരണം ഈ ഒരു സമൂഹത്തില് നല്ലത് ചെയ്തവരെ പോലും വെറുതെ വിടാത്ത കുറെ ആളുകളുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും മതം ഒരു വർഗീയതയായിട്ട് കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പരസ്പരം രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തല്ലിയ കാലഘട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാനും വൃത്തികേട് പറയുന്നതും നല്ലത് ചെയ്യുന്നവരെ എന്താ പറയാ ഇല്ലായ്മ ചെയ്യാനുള്ള കുറെ വിഷവിത്തുക്കള് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളുമ്പോ എങ്ങനെയാണ് അല്ലെ ഇങ്ങനെയൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങാം? എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു അത്. കാരണം അൻസാരി ഉസ്താദ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എടുത്തു ചാടി അദ്ദേഹം ഒരു ചാരിറ്റിയിലും അദ്ദേഹം നിൽക്കില്ല. നന്നായി നോക്കും. അതായത് ഒരാൾക്ക് കയ്യും കാലും ഉണ്ടെങ്കിൽ അധ്വാനിച്ച് ജീവിച്ച് നിങ്ങളുടെ കടം വീട്ടുന്നേ അദ്ദേഹം പറയുള്ളൂ. പക്ഷെ അത്രയും ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ ഒരിക്കൽ ചിലപ്പോ നമ്മുടെ എന്താ പറയാ സൂര്യമോളുടെയും ആവണിമോളുടെയും ഒക്കെ അവസ്ഥ നിങ്ങൾ കണ്ടു തന്നെയല്ലേ? ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് അദ്ദേഹം എങ്ങനെയാണ് എനിക്ക് പറ്റില്ല മക്കളെ, നിങ്ങൾ വേറെ പോയി നോക്കിക്കോ അല്ലെങ്കിൽ വേറെ അന്വേഷിച്ചോളൂ എന്ന് പറയാം. പക്ഷെ ഉസ്താദ് മാക്സിമം പറഞ്ഞിട്ടുണ്ട്, ഇവരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം, മതം നോക്കരുത്, മനുഷ്യത്വം നോക്കി സഹായിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം വീഡിയോ ചെയ്യാറുള്ളത് കേട്ടോ. ഇങ്ങനെ എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന ഈ ഉസ്താദിനെ കേൾക്കേണ്ടി വരുന്നത് ഒരുപാട് നെഗറ്റീവ്സ് ആണ്. അപരാധിക്കാൻ പോണേ. എനിക്ക് ആ വീഡിയോ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര വിഷമം തന്നെയാണ്. എനിക്ക് ആ വീഡിയോ കാണുമ്പോണ്ടല്ലോ, ഉസ്താദിന്റെ ആ ഒരു പേജില് പോസ്റ്റ് ചെയ്തിരിക്കണു. പക്ഷെ എനിക്കത് എന്റെ ചാനലിൽ ഇടാൻ എനിക്ക് ഭയങ്കര വിഷമം. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നല്ലൊരു കാര്യം ചെയ്ത ഒരാളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഒരു വല്ലായ്മ വരികയാണ്. പിന്നെ ഇപ്പൊ എന്റെ ചാനലിൽ തന്നെ വന്നെടുത്താല് നമ്മൾ നല്ലത് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ നല്ലത് എന്ന് പറയും. പിന്നെ മറ്റുള്ളവര് പല രീതിയിൽ സംസാരിക്കും, വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാം, തെറി വിളിച്ച് സംസാരിക്കാം, പിന്നെ എന്താ പറയാ ഒരു മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കാം. ഒരു മതത്തിലെ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാ മതത്തിലും ഒരു പൊടിക്ക് തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് ആരും പറയണ്ട. മൂന്ന് വിഭാഗത്തിലും നമ്മൾ മനുഷ്യരായി പിറന്ന ആളുകൾക്കൊക്കെ ഓരോ തെറ്റെങ്കിലും ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കുടുംബത്തിലോ സമൂഹത്തിലോ ഉണ്ടാവാം. അവരെ ന്യായീകരിക്കാൻ ആരും നിൽക്കുന്നുമില്ല, നിൽക്കുകയും വേണ്ട. അത് മുഖം നോക്കാതെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ ഈ ഒരു ആള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. എന്ന് എന്റെ അച്ഛൻ പറയണ്ടായി, അയ്യോ ആ പാവ ഉസ്താദിനെയാണോ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയണത്. നമ്മുടെ അൻസാരി ഉണ്ടല്ലോ, ഇപ്പം മറ്റേ ചാരിറ്റി എന്നും പറഞ്ഞ് ഈ ഹിന്ദുക്കളെ അവരാധിച്ചുകൊണ്ട് നടന്ന് തീവ്രവാദവും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ മോൻ, ചാരിറ്റി എന്നും പറഞ്ഞ് ഈ ഹിന്ദുക്കളെ അവരാധിച്ചുകൊണ്ട് നടന്ന് തീവ്രവാദവും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ മോൻ എന്ത് കഷ്ടാലേന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് പ്രതികരിച്ചതാണ്. ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനായി ഇരുന്നിട്ട് എന്താ കാര്യം അല്ലേ? അപ്പൊ എന്തായാലും അൻസാരി ഉസ്താദ് തളരാതെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഉസ്താദിന്റെ ആ ഒരു ദൗത്യം, മനുഷ്യർക്ക് വേണ്ടിയുള്ള ആ ഒരു യാത്ര,
അത് എന്നും തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.